കണ്ടില്ലേ 15 Pro Max ആണ് 256 GB. ഇത് ബ്ലാക്ക് ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനം കണ്ടോ. ഈ USA സ്പെക്കാണ്. ഈ സിം ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. സാധനം കണ്ടോ, അടിപൊളി മോഡൽ, 1 year വാറണ്ടി. 1 year എല്ലാ കളറും സ്റ്റോക്ക് അവൈലബിൾ ആണ്. 3650. അതേപോലെ തന്നെ 13 Pro Max ആണ് 2000 dirhams മുതൽ. അല്ല, ഇതിൽ 1 TB ഉണ്ട്, 256 ഉണ്ട്. വൺ ടി ബി നമുക്ക് ഏകദേശം 2800 ആ റേഞ്ചിലാണ്. 1 TB ഇതാക്കണം. അതായത് ഇതിന് 2000 dirhams മുതൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് 1 TB ആകുമ്പോൾ 2800 കൊടുക്കാം. ഇതിൽ GB സ്റ്റാർട്ട് ചെയ്യുന്നത് 128, 256, 512, 1 TB ഈ 4 കാറ്റഗറിയിലാണ് 13 Pro Max വരുന്നത്. അപ്പോൾ 13 Pro Max ഇപ്പോൾ 128 മതി ഒരു കസ്റ്റമർക്ക്, 2000 dirhams കൊടുക്കാം. അപ്പോൾ GBക്ക് അനുസരിച്ചാണ് നമുക്ക് എന്താക്കുന്നത് പ്രൈസ് വരിക. കുറഞ്ഞ പൈസ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും വേറെ 2000 dirhams, മാക്സിന് 2000 dirhams. അത് പിന്നെ ഇതിലാണെങ്കിൽ പിന്നെയും കുറയും. പ്രോയിലാണെങ്കിൽ 1500 dirhams, 1600 dirhams കൊടുക്കാം. 400 dirhams പിന്നെയും കുറയും. പിന്നെ വേറെ എന്താ അറിയണ്ടേ നിങ്ങൾക്ക്? ഇത് പല GB-യിലുണ്ട്. ഇതൊക്കെ 256, 120 ഇതാക്കണം. അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ടോ? 128 GB 13 Pro Max 128 GB ഉണ്ടോ? കണ്ടില്ലേ? ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് 2000 dirhams കൊടുക്കാം. പ്രൈസ് ഇങ്ങനെ ആട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതിൽ ചെറിയ പൈസ, നല്ല നീറ്റും കാര്യങ്ങളും നല്ല ബാറ്ററി ഹെൽത്തൊക്കെ ഉള്ളാകുമ്പോൾ ചെറിയൊരു പൈസ മാറ്റം ഉണ്ടാവും. ചെറിയ സ്ക്രാച്ചുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ പൈസ ഒക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നെസ്റ്റ് മൊബൈൽ തന്നെയാണ്. ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ നെസ്റ്റ് മൊബൈലിൽ വന്നുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നല്ല ഓഫർ, അത് മന്തിൻ്റെ അവസാനം ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ വിവരങ്ങളും അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആളുണ്ട്. അപ്പോൾ ഈ തിക്കും തിരക്കൊക്കെ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഇതന്നെയാണ് ഇവിടുത്തെ ഓഫർ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അസ്സലാമു അലൈക്കും. ഒരു കാര്യം, അറിയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ ഫോണെന്നെടുത്തേ, ഈ ഫോൺ ഒരു മിനിറ്റ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ റെഡ് ആപ്പിൾ iPhone 7 മുതലാണ് റെഡ് മൊബൈൽ ഇറക്കി തുടങ്ങിയത്. റെഡ് അത് 14, 11 ഒക്കെ ആണ്. iPhone 7ലും വരുന്നുണ്ട് iPhone റെഡ് കളറിൽ, റെഡ് കളർ. അപ്പോൾ ഈ റെഡ് കളറിൽ ചില കസ്റ്റമർ ചോദിക്കാറുണ്ട്, ഈ ഒരു സംഭവം എന്താ എഴുതി നോക്കിയാ കണ്ടോ, എന്താ എഴുതി? പ്രൊഡക്റ്റ് റെഡ്. ഇതൊന്ന് നല്ല വായിച്ചു വെച്ചാൽ പ്രൊഡക്റ്റ്. ഈ സംഭവം എന്ന് വെച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഈ ഒരു സംഭവം എഴുതിയെന്നുള്ളത് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സംഭവം കണ്ടില്ലേ? എല്ലാ റെഡ് ഫോണിനും എന്തുണ്ടാവും? ഈ ഒരു സംഭവം ഉണ്ടാവും, പ്രൊഡക്റ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ചില ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, മറ്റുള്ള കളർ ഫോണുകളൊക്കെ എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം എന്താക്കില്ല, ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അറിയുന്ന ആളുകളും കുറച്ച് ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു വീഡിയോസാണ് ഇന്നത്തെ നമ്മളെ വീഡിയോസ്. അപ്പോൾ ഇതെന്ത് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. റെഡ് ഐഫോണുകൾക്ക് പിന്നെ എന്ത് ചോദിച്ച് മനസ്സിലായില്ല. റെഡ് കളറിൽ വരുന്ന ഫോണുകൾക്ക് മാത്രമേ ഈ ഒരു ലെറ്റർ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാവും. കാണുന്നുണ്ട്? ഒന്ന് വായിച്ചു നോക്കിയാ കാണുന്നു, വായിച്ചില്ലേ? റെഡ്മി. അപ്പോൾ ഈ ഒരു സംഭവം, ഈ റെഡ് പ്രൊഡക്റ്റുകളൊക്കെ ഇതിലൊരു ചെറിയൊരു എമൗണ്ട് ചാരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. ആപ്പിളിൻ്റെ ഈ റെഡ് കളറിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത തുക ചാരിറ്റി ആയിട്ട് എന്താക്കുന്നുണ്ട്, ഈ സാധനം ഇതിൻ്റെ എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചില ഒരു കസ്റ്റമർ ഷോപ്പിൽ വന്ന് പറഞ്ഞ്, ഞാൻ റെഡ് കളർ ഫോണാണ് യൂസ് ആക്കുന്നത്, എൻ്റെ വൈഫും അതാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഞാൻ റെഡ് കളർ യൂസ് ആക്കാനുള്ള കാരണം ഇത് ഒരു ചാരിറ്റി ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഈ കളറ്, അപ്പോൾ അവർക്ക് ഒരു സഹായം എന്നുള്ള കണ്ടീഷനിലാണ് എന്താക്കിയത്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാനുള്ള കാരണം പാസ് ചെയ്യുന്നത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആപ്പിൾ നോക്കിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഒക്കെ ഗൂഗിളിലുണ്ട്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ പിന്നെ വേറെ എന്താണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 പ്രോയിൽ നോൺ ആക്റ്റീവാണ്. ഇതിപ്പോൾ നമ്മളൊരു കസ്റ്റമർ ദുബായിൽ നിന്നെങ്ങാനും വന്നത് വരെ വന്നു, ഇതുപോലെ ഒരുപാട് കസ്റ്റമർ വരാറുണ്ട്. അപ്പോൾ ഇതാക്കണ 14 പ്രോയിൽ നോൺ ആക്റ്റീവ്
സിമ്മൊക്കെ ഇടുന്ന ടൈപ്പ്. ചില ആൾക്കാർ ചോദിക്കും സിം ഇടങ്ങളുടെ അത്രയും പൈസ കുറച്ചിട്ട് കൊടുക്കുന്നത് ഈ സിമ്മൊന്നും ഇടാൻ പറ്റാത്ത USA സ്പെക്കാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സിമ്മൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പർ സാധനം. നമ്മൾ ചെറിയ പൈസ നോൺ ആക്റ്റീവിൽ 512 GB ബാറ്ററിയും കാര്യങ്ങളൊക്കെ 100 ഉണ്ടാവും. പുതിയ ഫോൺ തന്നെ 100 ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് നോൺ ആക്റ്റീവ് കൊടുക്കുന്നത് വെറും 2950 ദിർഹംസിന് 22950. അപ്പോൾ ചില ബാർഗെയിനിങ് ആരും ചെയ്യാതെ നെറ്റ് ഏറ്റവും നല്ല പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. 512 512 GB. അപ്പോൾ അതാക്കണ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്. അപ്പം അങ്ങനെ കാണും ഇതിൻ്റെ കഥകൾ. ഇൻഷാ അല്ലാ പിന്നെ നമ്മളെ മുത്തുമണികളിലാക്കണം. ദുബായ് ഓലൊക്കെ കാണിച്ചു കൊടുത്താൽ ഓലൊന്നും കാണണ്ടേ? ഫോണ് കുഴപ്പമില്ല. നമ്മൾ വന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ദുബായിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രൈസാണ്. നമ്മൾ ദുബായിൽ നോക്കിയാൽ കുഴപ്പമില്ലാത്തൊരു പ്രൈസിൽ നമുക്ക് സാധനം കിട്ടിയത്. അതിൽ നമ്മൾ ഹാപ്പിയാണ്. ഇതിനായിട്ട് വന്നതല്ല, നമ്മൾ ഇതിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി. എത്ര പൈസ കിട്ടിയെന്നുണ്ട്? 2950. 14 Pro 512. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോഴത്തെ താരാണ്. ഇപ്പോഴത്തെ താരം എന്ന് വെച്ചിട്ടാണെങ്കിൽ ദുബായ് ഷെയ്ഖ് ഹംദാൻ, അതായത് ഷെയ്ഖിൻ്റെ മകന് ഹംദാൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫസ 3 എന്ന് പറഞ്ഞാൽ. ഇത് Pro 70 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. Pro 70 ആണ് എക്സ്മേജ്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ടൈപ്പാണിത്. കണ്ടോ, 3 ടൈപ്പ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലെൻസ്, ക്യാമറയുടെ ലെൻസ് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. മൂന്നാമത്തേതാണ് ഇതിൻ്റെ ക്യാമറ സൂം ഔട്ട് ആകുന്നത്. ഇതിന് കുറച്ച് സ്ലിം ആയിട്ടുള്ള ഈ സാധനം കുറച്ച് നമ്മൾ ഐഫോണിൻ്റെ ഒക്കെ ഒരു ഡിസൈനിലാണ് ഈ ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്ത്. കണ്ടോ, കുറച്ച് സ്ലിം ആയിട്ട് ഈ സാധനങ്ങൾ കണ്ടില്ലേ? ഇത് 70. ഇതിന് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2599 ദിർഹംസാണ് ഇതിന് വരുന്നത് ഈ സാധനം. പക്ഷേ നമ്മൾ ഇത് സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമ്മളൊരു എയർപോർട്ട് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇത് എയർപോർട്ടിന് ഏകദേശം 900 ദിർഹംസോളം ഈ എയർപോർട്ടിന് തന്നെ വില ഉണ്ട്. ഇത് ഫസ്റ്റിൽ വരുന്ന ആ ഒരു ബാച്ചിൽ വരുന്ന ഒരു പ്രൈസാണ്. ആദ്യം വാങ്ങിക്കുന്ന ഒരു ബാച്ചിൽ എല്ലാം to Z മൊത്തം ഇങ്ങനെ കൊടുക്കും നമ്മൾ 2599 ദിർഹംസിന്. പിന്നെ 2600. പിന്നെ അതിൻ്റെ വേറൊരു മോഡലാണിത്. ഇത് ലൈവ് ഡെമോ ആണ്. നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ പിടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സാധനം. നല്ല സ്പീഡും കാര്യങ്ങളുമാണ്. പിന്നെ ആൻഡ്രോയിഡ് കാര്യങ്ങൾ പ്ലേ സ്റ്റോറൊക്കെ ഉണ്ടല്ലേ. ഇതിപ്പോൾ യുവായിൻ്റെ പ്രൊഡക്റ്റിൽ പ്ലേ സ്റ്റോർ കിട്ടാതെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പിലാണ് സ്റ്റാറായിട്ട് നിൽക്കുന്നത്. 3 ടൈപ്പിൽ കേട്ടോ. പിന്നെ പ്രൈസ് ഉണ്ട്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും സംഭവം എന്താ വെച്ചാൽ ക്യാമറ ഒരു അടിപൊളി സാധനം തന്നെ, സൂപ്പർ സാധനം. അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഈ ഒരു കുറച്ച് എഡിജായിട്ടുള്ള ടൈപ്പ്. ഇതൊക്കെ കുറച്ച് കയ്യിൽ ഒരു സ്ക്വയറല്ല, ഈ സ്ക്വയർ ടൈപ്പ് വരുന്നത് ഇതാണ്. ഈ ഒരു സംഭവം ഫസ്റ്റ് പ്രോ വെറും 70 വരുന്ന സ്ക്വയറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് 2 വരുന്നതിൽ ഇതിൻ്റെ മുകളിൽ പൗച്ചുകൂടി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം രണ്ടും ഒരു നമ്മൾ ഐഫോണൊക്കെ വരുന്ന മാതിരി കുറച്ച് കെർവായിട്ടാണ് വരുന്നത്. ഈ ഒരു സംഭവം കണ്ടോ, കുറച്ച് കെർവായിട്ട് നല്ല അടിപൊളി സാധനം തന്നെയാണ്. അതാണ് മാഷാ അല്ലാഹ് നല്ലോണം ഈ സാധനം കസ്റ്റമർ എടുക്കുന്നുണ്ട്, നല്ല സെല്ലൗട്ട് നടക്കുന്നുണ്ട്. അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാറ്ററി ഒരു 5 വർഷത്തേക്ക് ഇതിന് ബാറ്ററിക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അതായത് ഇതിൻ്റെ ഒരു പുതിയൊരു ടെക്നോളജിയാണ് ഇതിന് ബാറ്ററിക്ക് യൂസ് ആക്കിയത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്താക്കുക, ഗൂഗിളിൽ കയറുക. ഇതിൻ്റെ A to Z ഡീറ്റെയിൽസ് ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞേക്കാം വൈ അതിന് ഇങ്ങനെ കിട്ടുക. 70 കാണുന്നുണ്ടോ സാധനം കാണുന്നത്? 70ൻ്റെ Pro 70 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം വാങ്ങുന്ന ആളുകൾക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് പോകും, ഫോണ് മാത്രമാവും. അപ്പോൾ ഇപ്പം വാങ്ങുമ്പോൾ ഏകദേശം 900 ദിർഹംസിന് മുകളിൽ പ്രൈസ് വരുന്ന എയർപോർട്ട് അടിപൊളി സാധനം ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ Pro അൾട്ര എന്ന് വരുമ്പോൾ അൾട്രാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ക്യാമറ പുറത്തോട്ട് വരുന്ന ടൈപ്പിനാണ് അൾട്ര. ഇതിന് ഏകദേശം 5000 ദിർഹംസ്, പിന്നെ 100 ദിർഹംസോളം ഇതിന് പ്രൈസ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഏകദേശം 1,00,000 ദിർഹംസിൻ്റെ മുകളിൽ രൂപയുടെ മുകളിൽ ഇതിന് പ്രൈസ് 1,00,000 രൂപയുടെ മുകളിൽ എന്താക്കും ഇതിന് ഇന്ത്യൻ പ്രൈസ് വരും. ഏതായാലും നല്ലോണം സാധനം ഇപ്പോൾ സെല്ലൗട്ട് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ആൾക്കാർ എൻക്വയറി ചോദിച്ച് വരുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ താരം.
ഇനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 30 Pro Max ഇപ്പോൾ എന്താണ് ഇപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ്? നല്ല 13 Pro നമ്മൾക്ക് പഴയ റേറ്റ് തന്നെയാണ് ഏകദേശം. ഗ്രേഡ് ഡിപ്പെൻഡ് ചെയ്താണ്. 1600 ദിറംസ് മുതൽ 13 Pro നമ്മൾ കൊടുക്കും. 1600 മുതലുണ്ട്. ഉണ്ട്. അത് 128 GB ആണ് 1600 കൊടുക്കാം. രണ്ടിന്റെ മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 200 വരെയൊക്കെ വരും. അത് ചിലപ്പോൾ 90 ഒക്കെ ബാറ്ററി ഹെൽത്തൊക്കെ വരുന്ന സാധനം 200 വരെയൊക്കെ കൊടുക്കും. ക്വാളിറ്റി പറഞ്ഞാൽ സെയിം ക്വാളിറ്റി ആയിരിക്കും. ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് നമുക്ക് കൊടുക്കാൻ കഴിയും. 2000 ഉണ്ടെങ്കിൽ 30 Pro Max നല്ല കണ്ടീഷൻ ഫോൺ എടുത്തു പോവാം. നല്ല കണ്ടീഷൻ ഫോൺ. കണ്ടീഷൻ ഉദ്ദേശിച്ച വർക്കിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ബാറ്ററി ബാക്കപ്പ് എല്ലാം അതാണ് ഉദ്ദേശിച്ചത്. അത് കൊടുക്കാൻ കഴിയും. നിങ്ങൾ വരും. അതിൽ കുറച്ചും കൊടുക്കാൻ കഴിയുന്നുണ്ട്. 1600 1500 ഒക്കെ ഉണ്ട്. അതുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് വരുന്നതാണ്. നമുക്ക് ചെറിയ സ്ക്രാച്ചുകളൊക്കെ വില കുറച്ച് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ കാരണം ഇതിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇതായതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്താക്കി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. പിന്നെ iPhone 11 1 year ആപ്പിൾ ഓതറൈസ്ഡ് വാറണ്ടി ഉള്ള സാധനം നമുക്കിത് എത്ര കൊടുക്കാന്ന് വെച്ചാൽ വെറും 1399 ദിറംസിന് ആപ്പിൾ ഓതറൈസ്ഡ് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് എന്താക്കാൻ കഴിയും? ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഈ ഒരു സംഭവം ഉണ്ടോ? ഇതിൽ 1 year വാറണ്ടി ഉള്ള iPhone 11 കേട്ടോ. 1 year വാറണ്ടി ഉള്ള iPhone 11 കണ്ടില്ലേ? 2025 മെയ് വരെയൊക്കെ വാറണ്ടി ഉള്ള സാധനം. ആക്ടിവേഷൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വാറണ്ടി കറക്റ്റായിട്ട് സെറ്റ് ആവാം. ഇൻ്റർനാഷണൽ. ഇത് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ്. TDR വേറെ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിലുണ്ട്. വൈറ്റിൻ്റെ ബോക്സ് എന്താക്കി? വൈറ്റിൻ്റെ ബോക്സ് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. പൊട്ടിക്കാത്തതിൻ്റെ അടിയിലുണ്ട്. എവിടെ പോയി നമ്മളെ 11 ബോക്സ് ഉള്ളിലാണ്. ഓക്കെ, സാധനം ഉള്ളിലുണ്ട്. വൈറ്റ് കളറിലുണ്ട്, ബ്ലാക്ക് കളറിലും. 128 GB വെറും 1399 ദിറംസ്. പിന്നെ 13 1950 ദിറംസ്. അത് TRA കൊടുക്കുമ്പോൾ US സ്പെക്ക് TDR കണ്ടില്ലേ? TDR എന്ന് കണ്ടില്ലേ? ഇത് നമുക്ക് ഇതാക്കണ 13 1950 ദിറംസ്. ഈ ഒരു സാധനം നമുക്ക് കൊടുക്കും. പിന്നെ iPhone എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ്. ഏത് പ്രൊഡക്റ്റ് എടുത്താലും ആപ്പിൾ വാറണ്ടി തരും. 1 year വാറണ്ടി തരും. പിന്നെ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കെയർ പ്ലസ് ചെയ്യാനുള്ള സംവിധാനം ആപ്പിൾ തരുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് വാറണ്ടി കിട്ടും. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഈ ആപ്പിളിൻ്റെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ വാറണ്ടി ചെക്ക് ചെയ്ത് നോക്കില്ല. ഈ ഒരു നീല ഒരു ഉണ്ടോ സപ്പോർട്ട് കാണുന്നില്ലേ? ഇതുപോലത്തെ ഒരു ആപ്പ് നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ ആപ്പിളിൻ്റെ ഏത് പ്രൊഡക്റ്റിൻ്റെ സാധനം എന്താക്കാൻ പറ്റും? നമുക്ക് ഇതിൽ പിന്നെ എൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് ഈ ക്യാമറ ഓൺ ആക്കി കൊടുത്താൽ നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി നമുക്ക് എന്താക്കാൻ പറ്റും? ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഇത് ഏത് കൺട്രിയുടെ സാധനമാണെങ്കിലും വാറണ്ടി കിട്ടും. അതിൻ്റെ ലിമിറ്റഡ് വാറണ്ടി. ഫസ്റ്റിൽ ബ്രാൻഡ് ന്യൂ ബോക്സ് പീസ് വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ലിമിറ്റഡ് വാറണ്ടിയാണ്. ലിമിറ്റഡ് ആക്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കും? ഒരു 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കെയർ പ്ലസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. വീണ് പൊട്ടിയാലൊക്കെ ചില ആളുകളൊക്കെ ഫോണുകൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കാണാം. അങ്ങനത്തെ ആളുകളൊക്കെ എന്താക്കുക? ഒരു കെയർ പ്ലസ് ചെയ്യാൻ ചെറിയൊരു പൈസ കൊടുക്കേണ്ടി വരും. അത് അവർ ഏത് ഫോണിൻ്റെ അനുസരിച്ചുള്ള ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും കെയർ പ്ലസ് എടുക്കുന്നത്. ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണ് എൻ്റെ ഇപ്പോൾ ഇതാക്കണ ഇവർ പിന്നെ ഇത് ഇതാക്കുന്ന വേറൊരു പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും 1 year വാറണ്ടി 1 year ലിമിറ്റഡ് വാറണ്ടി എന്താക്കും? കണ്ടില്ലേ? ലിമിറ്റഡ് വാറണ്ടി ആപ്പിൾ കൊടുക്കും. ഏത് എല്ലാ രാജ്യത്തുള്ളവും മനുഷ്യന്മാരാണ്. എല്ലാ രാജ്യത്തുള്ളവും മനുഷ്യന്മാരാണ്. അപ്പോൾ ആ ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സ്പെക്ക് ആപ്പിൾ ഇറക്കും. UAക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന സ്പെക്കാണ് TDR സ്പെക്ക്. പിന്നെ ഹോങ്കോങ്ങിന് വേണ്ടി ഇറക്കുന്ന സ്പെക്കാണ് ഡബിൾ സിം. അങ്ങനെ എല്ലാം ആപ്പിൾ ഉണ്ടാക്കുന്നത് തന്നെ. എല്ലാം ഒറിജിനലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ്ഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ പിന്നെ ബോഡി മാറ്റിയുണ്ടോ? യൂസ്ഡ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ പാർട്സ് സെയിം ആണോ എന്നുള്ളത്. പുതിയത് എപ്പോഴും പുതിയത് തന്നെ, പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ സാധനത്തിനും വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്ന് ഒക്കെ സിമ്പിൾ. അതൊക്കെ വെച്ചാൽ നമുക്ക് ഇതാക്കണം. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമല്ലേ? ഇതിൽ പോയിട്ട് നമുക്ക് ഇതാക്കണം. ഇതിൽ ഒരുപാട് സംഭവങ്ങൾക്ക് ആർക്കും എപ്പോഴും കയറി ചെല്ലാൻ പറ്റിയ സംഭവം. നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടും. മാനേജ്മെൻറ്റ് എല്ലാ സംഭവം നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. A to Z ക്ലെയിം ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. നമുക്ക് പിന്നെ
എല്ലാ സംഭവവും ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. നമ്മളെ ഫോണിൻ്റെ എക്സ്പയറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. 256 GB 12 Pro 256 GB നമ്മുടെ അടുത്ത് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 1200 ദിർഹംസ് മുതൽ 12 Pro 256 GB നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പല ഗ്രേഡുള്ള സാധനം പലതും, ഇത് ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത പ്രൈസുകളാണ്. പല പ്രൈസിൻ്റെ സാധനങ്ങളും ഒക്കെ യൂസ്ഡ് ആണ്. ഇപ്പോൾ പല കസ്റ്റമറായിട്ട് യൂസ് ചെയ്താണ്. അപ്പോൾ ഓരോരോ ഗ്രേഡിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൈസ് ഉണ്ടാകുക. 13 ആയിക്കോട്ടെ 14 ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വെറും 1200 ദിർഹംസ് മുതൽ 1500 ദിർഹംസ് വരെയാണ് 12 Pro 256 GB പ്രൈസ് വരുന്നത്. അത് 512 GB നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും. വേറെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ 14 Pro ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 2400 ദിർഹംസ് 400 ദിർഹംസ് മുതൽ ഏകദേശം നോൺ ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഒരു 2950 ദിർഹംസ് വരെ നമുക്ക് 512 GB നമുക്ക് കൊടുക്കാൻ കഴിയും. 2400 ദിർഹംസ് മുതൽ എത്ര ദിർഹംസ് വരെ 2950 ദിർഹംസ് വരെ. നോൺ ആക്റ്റീവ് ആണ് എടുക്കുന്നത് എങ്കിൽ 2950 512 GB. ഇത് 14 Pro ആണ്. ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ്, അടിപൊളി സാധനം, നല്ല അടിപൊളി. ഇത് USA സ്പെക്കാണ്. 256 GB 2500 കൊടുക്കാം നമുക്ക്. 256 GB 14 Pro. അപ്പോൾ ഓരോരോ ഗ്രേഡിനനുസരിച്ച് അതിലും കുറഞ്ഞു 2400 ഉണ്ട്. സാധനങ്ങളുണ്ട്, എല്ലാ മോഡലുണ്ട്, ബാത്തുണ്ട്, ഒക്കെ ഉണ്ട്, സാധനമുണ്ട്. പല രൂപത്തിലാണ് യൂസ്ഡ് വരിക. പല കസ്റ്റമറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒക്കെ ഉണ്ട് സാധനം, ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടം പോലെ സാധനമുണ്ട്. പേടിക്കണ്ട, ഒക്കെ മുതലാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇതിൽ 13 Pro ഇതാക്കണ, മാക്സ് ഇതാക്കുന്ന 1800 ദിർഹംസിൻ്റെ 13 Pro ഉണ്ടല്ലേ. 1800 ദിർഹംസേ 13 Proക്ക് വരുള്ളൂ. ഇതൊക്കെ ഒന്ന് 87% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് 13 Pro 256 GB 1800 അതിൻ്റെ മുകളിൽ പ്രൈസ് ഇട്ടത്? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കല ഉണ്ടോ, പൗച്ചിട്ട കല ഉണ്ടോ കാണുന്നില്ലേ? മൊബൈൽ ഒറിജിനലാണ്, പക്ഷെ എന്തെങ്കിലും പൗച്ചോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചെറിയ കലയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പൈസ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കും. 100% ഒറിജിനൽ പ്രൊഡക്റ്റാണ്. പക്ഷേ ചില ആളുകൾക്ക് കലയിടുന്ന പ്രശ്നമില്ല, റഫായിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമറൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പ്രൈസിന് കൊടുക്കാം. അപ്പോൾ സാധനം നമുക്ക് എന്താക്കാൻ പറ്റും? 2000 ദിർഹംസിൻ്റെ 13 Pro ഉണ്ട്, കണ്ടില്ലേ? 2000 ദിർഹംസിൻ്റെ 13 Pro 1399 ദിർഹംസിൻ്റെ 13 Pro ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രേഡാണ്. അത് 12 Pro ആട്ടോ. 1800 13 Pro വേറെ ഇതാക്കുന്ന. അപ്പോൾ 1500 ഉണ്ട്, അതിനിടെ കാണണം, നോക്കണം. 1800 ഇതാക്കുന്ന 13 Pro കണ്ടില്ലേ? 1800 ദിർഹംസ് 13 Pro. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ 1950 13 Pro. പിന്നെ വേറെ എന്താ ഇതൊക്കെ സംഭവം കണ്ട പ്രൈസ് 2000 1799. ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. ചെറിയ സ്ക്രാച്ച് ചിലപ്പോൾ ഉണ്ടാവും. ഇത് 13 Pro തന്നെ. ഇത് നല്ല സാധനം, സിൽവർ കളർ. ഓക്കെ. ഇതിന് പ്രൈസ് അത് സിസ്റ്റം നോക്കണം. എല്ലാത്തിൻ്റെ മുകളിൽ പ്രൈസ് സിസ്റ്റത്തിൽ ഇട്ടിയില്ല, എല്ലാത്തിനും ബില്ലടിച്ച് വെച്ചില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് കേട്ടോ. ഇതേ സാധനം 30 Pro 256 GB കേട്ടോ. 256 GB 30 Pro ഏതാണ്ട് പിന്നെ 1600 കേട്ടോ. 1600 കൊടുക്കുന്ന മുതലാണ് ഈ കാണുന്നത്. എവിടെ സാധനം? എവിടെ ഈ കാണുന്ന ബോക്സിലില്ലേ? സാധനം എല്ലാത്തിനും സാധനം ഉണ്ട്. ഒക്കെ പെട്ടി കിടക്കുന്ന ഹോൾസെയിലാണ്. അപ്പൊ തിക്കും തിരക്കും കൂട്ടണ്ട, സാധനമുണ്ട്. ആയിക്കോട്ടെ. തിക്കും തിരക്കും കേട്ടണ്ട. ഇഷ്ടം പോലെ അതെ, കായ് കൊണ്ട് വന്നാൽ മതി അല്ലേ? അപ്പോൾ അതിനിടയിൽ പറയാനുള്ളത്, നമ്മളെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തന്നെ പിന്നെ ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കണ്ട. പിന്നെ നമ്മളെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടിയാലും കുറഞ്ഞാലൊക്കെ നിങ്ങൾ പറയണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളെ പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു മോശമായ അഭിപ്രായം ഉണ്ടെങ്കിലും അതും എന്താക്കണം, അതും നിങ്ങൾ കമൻറ്റിൽ അയക്കണം. എന്നാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് അടുത്ത് തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാക്കണ കണ്ടില്ല, ഒക്കെ നീറ്റ് കേട്ടോ. ഇതാണ് 30 Pro 256 GB 1500 ആ പ്രൈസിൽ കേട്ടോ. സാധനം കണ്ടെങ്കിൽ ഏതാ സാധനം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതാക്കുന്നത് ഇതൊക്കെ ഏതാ സാധനം? ഇതാ മാക്സ് 30 Pro മാക്സ് 15 കേട്ടോ. മാറിപ്പോയി 3650 കേട്ടോ. 3650 256 GB
അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ വാറന്റിയോ ആപ്പിൾ വാറന്റി ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ എല്ലാ ഫോണും അല്ല 15 Pro Max മാത്രമേ വാറന്റി. അതന്നെ ഇതൊക്കെ 50 Pro Max ആണ് അതും പറഞ്ഞത്. അപ്പോൾ ഇതിന് ആപ്പിൾ വാറന്റി ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താക്കാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എവിടെ അതന്നെ നമ്മളെ പിന്നെ ഐഫോണിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് എല്ലാ ഫോണുകളും ഉണ്ട് കേട്ടോ. ക്യാമറ ഇല്ലാത്ത ഫോണോ? ഇതോ അത് ശരി. എങ്ങനെയുണ്ട് ക്യാമറ? എങ്ങനെ മനസ്സിലായില്ല. തീരെ ക്യാമറ അല്ല. അപ്പൊ ഇന്ന് ഇത്ര വലുപ്പത്. അപ്പൊ സ്മാർട്ട് ഫോൺ അല്ലേ? അതെങ്ങനെയാണ് അതിന്റെ സിസ്റ്റം? അത് ശരി. അങ്ങനെ തന്നെ? അത് ശരി. എന്നാ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു നിങ്ങള്. ക്യാമറ ഇല്ലാത്ത ഫോൺ ചോദിക്കുന്ന കസ്റ്റമർ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. ആൻഡ്രോയിഡിന്റെ ഫോൺ നമ്മുടെ അടുത്തുണ്ട്. അല്ല ഈ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഏതാണ്? അതാ പറഞ്ഞത്. ഗവൺമെന്റിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ പറ്റില്ലല്ലേ? അത് ശരി. അങ്ങനെ അത് ശരി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്യാമറ ഉള്ള ഫോൺ കൊണ്ടാൻ പറ്റൂല എന്നുള്ളത് ഞാൻ ആദ്യത്തെ കേൾക്കുന്നു കേട്ടോ. അല്ല ഫോട്ടോയും വീഡിയോ ഒന്നും നമുക്ക് ചില സ്ഥലങ്ങളിൽ എടുക്കാൻ പാടില്ല. അത് വേറെ കാര്യം. ഈ ഭൂമിയിൽ എല്ലാവരും തയ്ഞ്ഞവരല്ല. ഞാനൊന്നും തയ്യില്ല. എന്താ കാരണം വെച്ചാൽ ഇത് വേറൊരു അറിവ് എന്നോട് ഒരാൾ പറഞ്ഞു തന്നാണ്. എന്നപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ വീഡിയോ പറഞ്ഞ റെഡ് കളറുള്ള ചാറ്റിന്റെ അതെ. ഞാൻ പണ്ടിങ്ങനെ ഇതിന്റെ മുകളിൽ എന്താ എഴുതാനുള്ള കാരണം അപ്പോ ഇതാണ് കാരണം. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഈ പഴയ കാലത്ത് ഇറങ്ങുന്ന മറ്റേ ഫോണില്ലേ, സാധാരണ ഫോണ്, ആ ഫോണിന്റെ മുകളിലുണ്ട് ഈ നമ്മൾ 5 എന്നുള്ള നമ്പറിന്റെ മുകളിലുണ്ടാവും ചെറിയ 2 കുത്ത്. എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള നമ്പറിന്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. അതെ ഇവിടെ ഉണ്ട്. ഇതുമുണ്ട്. ഇതുണ്ട ഈ 5 കണ്ടില്ലേ? ഈ 5 എന്നുള്ള അതെന്താ പറഞ്ഞുതരാം. കണ്ണ് കാണാത്ത ആളുകളൊക്കെ അവർക്ക് അതിന്റെ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം കൊടുത്തത്. തന്നെ? അങ്ങനെ തന്നെയാണോ? അപ്പൊ ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള ഈ കണ്ണ് കാണാത്ത ആളുകൾക്കുള്ള പെട്ടെന്ന് ബട്ടൺസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശരി. ഓക്കെ. അപ്പൊ അതാട്ടോ. അപ്പൊ ഒരു പുതിയ അറിവും കൂടി, അറിയാത്ത ആൾക്കാർക്കുള്ള അറിവ് എന്നെ സംബന്ധിച്ചാണ് പുതിയ അറിവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.